ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പ്രകാശത്തിൻ്റെ അപവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് ഇങ്ങനെ നോക്കി വരികയാണ്. അപ്പോൾ ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇനി ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസും കൂടിയേ ഉള്ളൂ. അതും കൂടെ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് അവിടെ എൻഡ് ചെയ്തത്. ഇത് പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. ശരി, എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. എക്സാം അടുത്ത് നിൽക്കുകയാണ്, സമയം വെറുതെ കളയണ്ട. ഈ ഒരു ചിത്രമായിരിക്കും നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പട്ടികയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നോക്കാം. ഇവിടെ ഒരു പട്ടികയൊക്കെ തന്നിരിക്കുന്ന മാധ്യമങ്ങളിൽ പ്രകാശവേഗം ഏതിലാണ് കൂടുതൽ എന്നാണ് ഒന്നാമതായിട്ട് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന മാധ്യമങ്ങളിൽ പ്രകാശവേഗം ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? അങ്ങനെയല്ലേ ഇവിടെ തന്നിരിക്കുന്ന പട്ടിക നോക്കുകയാണെങ്കിൽ മാധ്യമവും അപവർത്തനാങ്കവും തമ്മിലാണ് പട്ടികയാക്കി തന്നിട്ടുള്ളത്. പക്ഷേ നമ്മളോട് ചോദിച്ചത് പ്രകാശ വേഗം. ഈ കാര്യം മനസ്സിലാക്കി വെച്ചോ. അപവർത്തനാങ്കം കൂടിയാലും അതുപോലെ പ്രകാശിക സാന്ദ്രത കൂടിയാലും പ്രകാശവേഗം കുറയും. അപവർത്തനാങ്കം കൂടിയാലും പ്രകാശിക സാന്ദ്രത കൂടിയാലും പ്രകാശിക വേഗം കുറയും. പ്രകാശിക വേഗം അല്ലെങ്കിൽ പ്രകാശവേഗം കുറയും. ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ പ്രകാശവേഗം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അപവർത്തനാങ്കം ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് നോക്കിയാൽ മതി. പട്ടിക നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ 1 ഏറ്റവും ചെറിയ നമ്പർ. അതായത് അപവർത്തനാങ്കം 1 വരുന്ന വായുവിലാണ് പ്രകാശവേഗം ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം വായു. എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആയി. ഇനി ബി ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ബി ചോദ്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇവയിൽ പ്രകാശിക സാന്ദ്രത കണ്ടോ, ഇവിടെ ആൾ മാറി. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയത് ഏതിലാണ്? അപവർത്തനാങ്കം കൂടിയതിൽ തന്നെ ആയിരിക്കും പ്രകാശിക സാന്ദ്രതയും കൂടിയത് എന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. അപ്പോൾ അപവർത്തനാങ്കം ഏറ്റവും കൂടുതൽ അപവർത്തനാങ്കം വരുന്നത് ഇവിടെ 2.42 അല്ലേ, 2.42 ഏറ്റവും വലിയ നമ്പർ വരുന്നത്. ഏറ്റവും വലിയ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ അപവർത്തനാങ്കം വരുന്നത് വജ്രത്തിന് 2.42 വരുന്നത് വജ്രത്തിന്. അതുകൊണ്ട് നമുക്ക് പറയാം പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം തന്നിരിക്കുന്നതിൽ അത് വജ്രം തന്നെയാണ്. തീർന്നിട്ടില്ല, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇത് മയക്കുന്നു. ഒരു ചോദ്യം കൂടെ. എന്താ? ചതുരാകൃതിയിലുള്ള ഒരു സ്ഫടികപാത്രത്തിൽ, സ്ഫടികപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എന്ന് വെച്ചാൽ നമ്മൾ അക്വേറിയൊക്കെ പോലെയുള്ള ഒരു സെറ്റപ്പ്. ചതുരാകൃതിയിലുള്ള ഒരു സ്ഫടിക പാത്രത്തിൽ ജലവും മണ്ണെണ്ണയും എടുത്തിരിക്കുന്നു. ഇതിലൂടെ മുകളിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ഒരു ബീക്കർ പോലെ അല്ലെങ്കിൽ ഒരു സ്ഫടിക പാത്രം എന്നാണ് അവർ പറഞ്ഞത്. ഒരു സ്ഫടിക പാത്രം എടുത്ത്, ഗ്ലാസിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറേ ജലവും നിറച്ച് കുറേ മണ്ണെണ്ണയും നിറച്ച്. ഇനി നിങ്ങൾക്കറിയാം അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ സാന്ദ്രതയുടെ വ്യത്യാസം കൊണ്ട് എപ്പോഴും താഴെ കിടക്കുന്നത് ജലമായിരിക്കും. പിന്നെയോ മേലെ വന്ന് നിൽക്കുക മണ്ണെണ്ണയായിരിക്കും. മണ്ണെണ്ണ. പിന്നെ ഇവിടെ നമ്മൾ പറയുന്ന സാന്ദ്രതയും പ്രകാശിക സാന്ദ്രതയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. ഈ രീതിയിൽ എടുത്തിട്ട് ചോദിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞു പതിക്കുന്ന ഒരു പ്രകാശരശ്മീൻ്റെ കാര്യം ഇവർ പറയുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഈ രീതിയിൽ ഒരു പ്രകാശരശ്മി വരികയാണെങ്കിൽ ഇതിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പട്ടികയിലേക്ക് നോക്കുക. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മണ്ണെണ്ണയെയും ജലത്തിനെയും പറ്റി മാത്രമല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആരെയും തൽക്കാലം കാണാണ്ട് നിൽക്കുക. ബാക്കിയുള്ള ആരെയും മൈൻഡ് ചെയ്യണ്ട. മണ്ണെണ്ണേനെയും ജലത്തിനെയും മാത്രം കാണാം. മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം വരുന്നത് 1.44. അപ്പോൾ ഞാനിവിടെ ചുമ്മാ എഴുതി വെക്കുന്നു 1.44 അപവർത്തനാങ്കം 1.44. ഇനി ജലത്തിൻ്റെ അപവർത്തനാങ്കം ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, അത് 1.33. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടിയത് മണ്ണെണ്ണയ്ക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞത് ജലത്തിനോ? നിങ്ങൾക്കറിയാം സാന്ദ്രത കൂടിയത് ജലത്തിനും സാന്ദ്രത കുറഞ്ഞത് മണ്ണെണ്ണയ്ക്കോ. പക്ഷേ പ്രകാശിക സാന്ദ്രതേൻ്റെ കേസിൽ അങ്ങനെയല്ല വരുന്നത്. പ്രകാശിക സാന്ദ്രത
ജലവും മണ്ണെണ്ണയും എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രകാശിക സാന്ദ്രത കൂടിയത് അത് മണ്ണെണ്ണയ്ക്കാണ്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടിയ മണ്ണെണ്ണയിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ജലത്തിലേക്കാണ് വരുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ പതനകോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. അപ്പോൾ ഇവിടെയുള്ള ഈ പതനകോണ് ഏതെങ്കിലും കണ്ടീഷനിൽ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ഇവിടെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. അപ്പോൾ ലാസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം ഏതെങ്കിലും സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സാധ്യതയുണ്ട്. അതിൻ്റെ സാധൂകരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ അതിനുള്ള വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.